കൊല്ലം കേന്ദ്രീകരിച്ച് വിസ തട്ടിപ്പിൽ 4 കോടിയിലേറെ രൂപ ഉദ്യോഗാർത്ഥികളിൽ നിന്നും തട്ടിയെടുത്തതായി പരാതി. കൊല്ലം നഗരത്തിലുള്ള ബിഷപ്പ് ജെറോം നഗറിൽ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന സംതൃപ്തി റിക്രൂട്ട്മെന്റ് എന്ന സ്ഥാപനത്തിന് എതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. കൊല്ലം കടവൂർ സ്വദേശി സോളമന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ 2 വർഷം മുൻപാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നും പണം വാങ്ങിയത്. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം. സംതൃപ്തി ഇവിടെ കാണുന്ന ഈ ഓഫീസ് വഴിയാണ് ഞങ്ങൾ എല്ലാവരും പറ്റിക്കപ്പെട്ടത്. അതായത് 100ഓളം യുവാക്കളും യുവതികളും ഈ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഓഫീസ് വഴി തന്നെ. അതിന്റെ മെയിൻ ഇൻചാർജ് എന്ന് പറയുമ്പോൾ ഈ സോളമൻ സെബാസ്റ്റ്യനും അവരുടെ മക്കളായ അരുൺ സോളമനും അഞ്ജലി സോളമനും പിന്നെ ഒരു ജസ്റ്റിൻ ജോണും ഇവരാണ് മെയിൻ റിക്രൂട്ടേഴ്സ്. അപ്പം ഇവരാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുക, നമ്മളെ ക്യാൻവാസ് ചെയ്ത് ഇതിലോട്ട് കൊണ്ടുവരികയും ചെയ്തത്. ഏകദേശം ഇപ്പം ഇത്ര ആൾക്കാരല്ല, പലരും ഈ ഓൾ ഓവർ കേരള ആയതുകൊണ്ട് പലർക്കും ഇന്ന് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർക്ക് ഇതിന്റെ പുറകെ നടന്ന് അവരെ ജോലി പോലും അവർക്ക് നേരെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല. ദിനചര്യകളൊക്കെ എല്ലാം തകടം പറഞ്ഞുകൊണ്ടിരിക്കുക. കയറാത്ത ഓഫീസുകളില്ല, അല്ലെങ്കിൽ കൊടുക്കാത്ത കംപ്ലൈന്റുകളില്ല. ഇപ്പം എല്ലാവരുടെ ഫോണിൽ നോക്കിയാലും സാറേ ഈ തുണ ആപ്പ് ഉണ്ട്. ഇപ്പോൾ തുണ ആപ്പ് വഴി കൊടുക്കുന്ന കംപ്ലൈന്റ് മൊത്തം ഓട്ടോമാറ്റിക്കലായിട്ട് ക്ലോസ് ചെയ്യുക. അവരെ നമ്മളെ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മളോട് കാര്യം ചോദിക്കുകയോ ഒന്നും തിരക്കാതെ തന്നെ ഈ പറഞ്ഞ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയി പോകുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഗവൺമെന്റും സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്നും സഹായം കിട്ടുന്നില്ല. പിന്നെ നമുക്ക് ഈ പറഞ്ഞ അവരുടെ വീട്ടിലും പോകാൻ പറ്റാത്ത അവസ്ഥ. എന്തുകൊണ്ടാണ് വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വെച്ചാൽ നമ്മൾ പൈസ വെച്ച് വീട്ടിൽ പോയതുകൊണ്ട് ഇവർ ഒത്തിരി പണക്കാരാണ്, പൈസ ഉള്ളവർ. ഇവർ ഈ പറഞ്ഞ ഹൈക്കോടതിയിലെ വക്കീലിനെ കണ്ടിട്ട് നമുക്കെതിരെ റിറ്റ്സ് ഫയൽ ചെയ്തിരിക്കുക. അതായത് വീട്ടിൽ ഞങ്ങൾ പോയിക്കൂടാന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ നിസ്സഹായരാണ്. പിന്നെ നമ്മളിവിടെ വരും, സ്വാഭാവികമായിട്ടും ഈ ഓഫീസിൽ വരാനേ വഴിയുള്ളൂ. എൻ്റെ മോന് 22 വയസ്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇളയത് 2 പെൺകുഞ്ഞുങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇവൻ പോയി രക്ഷപ്പെട്ടാലല്ലേ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കത്തോളം എന്ന് വിചാരിച്ചാണ് നമ്മൾ അവൻ പുറത്തു പോയി ജോലി ചെയ്യട്ടെന്ന് വിചാരിച്ച് ഈ ഇറ്റലിയിലേക്കുള്ള വിസാഡൈന് കൊടുത്തത് ആദ്യമേ 1 ലക്ഷം രൂപയാണ് കൊടുത്തത്. 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് വിസ ഉടനെ ശരിയായിട്ടുണ്ട്, ഒരു 3 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇതങ്ങ് ക്യാൻസലായി പോവും, ഇതിന് കയറി പോകാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് 3 ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കണമെന്നും പറഞ്ഞ് നമ്മൾ 4 രൂപ പലിശയ്ക്ക് ഒരാണ് പൈസ എടുത്തിട്ട് 4 ലക്ഷം രൂപ മൊത്തത്തിൽ 4 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞ് ഇപ്പം നമ്മൾ പലിശ കൊടുത്ത് അവസാനം എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, അമ്മയ്ക്കാണെങ്കിൽ ഡയാലിസിസ് ചെയ്യുക. അപ്പോൾ എനിക്ക് പറ്റുന്നില്ല, പലിശയും കൂടെ കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി പോകാനായിട്ട് എനിക്ക് വിസ വേണ്ട, നിങ്ങൾ എനിക്ക് പലിശ കൊടുക്കാൻ വയ്യ, എനിക്ക് പൈസ തിരിച്ചതാന്ന് പറഞ്ഞു. അങ്ങനെ പൈസ തിരിച്ചതാന്ന് പറഞ്ഞ് ഇവിടെ ഓഫീസിൽ ഈ ജെറോം നഗറിലെ ഓഫീസിൽ നമ്മൾ പേപ്പറെല്ലാം കൊടുത്തതും പൈസ കൊടുത്തതും എല്ലാം അവർ തന്ന സംതൃപ്തിയുടെ ഒരു അക്കൗണ്ടിലാണ് പൈസ, നമ്മൾ ബാങ്ക് ട്രാൻസാക്ഷൻ ആണ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ പൈസ തിരിച്ചു വേണമെന്നും പറഞ്ഞ് നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് 1 ലക്ഷം രൂപ നമുക്ക് അക്കൗണ്ടിൽ തിരിച്ചിട്ട് തന്നു. ബാക്കി 3 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ ഡേറ്റിനാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര ബഹളം. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് മൊത്തം ഫേക്കാണ് എന്ന്. മോനെ കൊണ്ട് PCC എടുപ്പിച്ച് പിന്നെ സർട്ടിഫിക്കറ്റ് ഡൽഹിയിൽ പോയി അറ്റസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അതിന് 4000 രൂപ, PCC എടുപ്പിച്ച് പിന്നെ ഇറ്റാലിയൻ ഭാഷ പഠിക്കണമെന്നും പറഞ്ഞിട്ട് ഇറ്റലിയിൽ പോകണമെങ്കിൽ ഭാഷ അറിഞ്ഞിരിക്കണം അത് എന്നും പറഞ്ഞിട്ട് ഭാഷ പഠിപ്പിച്ച് അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ പുറകെ നമ്മളെ കൊണ്ട് ഒരുപാട് പൈസ. എൻ്റെ മോനെ കൊണ്ട് വിസ വന്ന് അടുത്ത 2 ദിവസത്തിനുള്ളിൽ കയറണമെന്നും പറഞ്ഞിട്ട് പെട്ടിയും ഡ്രസ്സ് സഹിതം എന്നെ കൊണ്ട് മേടിപ്പിച്ച് എൻ്റെ മോന്. സോഷ്യൽ മീഡിയ വഴി 4 ലക്ഷം രൂപയ്ക്ക് ഇറ്റലിയിൽ ഉയർന്ന ശമ്പളത്തോടുകൂടി ജോലി എന്ന പരസ്യം കണ്ടിട്ടാണ് പലരും ഇവരെ ബന്ധപ്പെട്ടത്. വളരെ വേഗം വിശ്വാസ്യത പിടിച്ചുപറ്റിയ സ്ഥാപനത്തിലേക്ക് വിസ ആവശ്യമുള്ളവർ പണം നൽകുകയായിരുന്നു. അങ്ങനെ കൂടിയിരിക്കാൻ ഞങ്ങൾ ഇന്ന്. അപ്പം ഈ പറഞ്ഞ ഞങ്ങളുടെ ഇറ്റലിക്കാരുടെ കയ്യിൽ നിന്ന് 4 ലക്ഷവും ഫിൻലാൻഡുകാരുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം, ഏകദേശം ഒരു 3.5-4 കോടിയുടെ സ്കാം നടത്തിയിട്ടുണ്ട് ഇവരൊക്കെ ചേർന്നിട്ട് തന്നെ. ഈ ഇറ്റലിയുടെ കള്ളത്തരമാണെന്ന് പൊളിഞ്ഞിട്ടും അപ്പം ഈ പറഞ്ഞ കണക്ക് സ്കാം ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പം പലപ്പോഴും ഇവരെ ഇത്രയും നാൾ ഞങ്ങൾ കംപ്ലൈന്റ്, അതായത് ഇത്രയും നാളും ആയതിന്റെ പ്രശ്നം വെച്ചാൽ ഇവർ ഞങ്ങളെ കൊണ്ട് കംപ്ലൈന്റ് കൊടുപ്പിക്കുകയോ അല്ലെങ്കിൽ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ വിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർ ഞങ്ങൾ സ്വാഭാവികമായിട്ടും അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞു. അവിടെ ഇവർ വരുമ്പോൾ ഞങ്ങൾ സെറ്റിൽ ആയിക്കോളാം, ഞങ്ങളെ ഇപ്പോൾ ഒന്ന് ഉപദ്രവിക്കരുത്, നിങ്ങളെ പേഴ്സണലായിട്ട് സെറ്റിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു പോയ ആൾക്കാരാണ് പിന്നീട് നമ്മളെ നെഗ്ലക്ട് ചെയ്യുക ചെയ്തത്. നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ വീട്ടിൽ പോയി പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 4 പേർക്കെതിരെ വനിതാ സെല്ലിലും അതായത് വനിതാ സ്റ്റേഷനിലും കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് വനിതാ സെല്ലിൽ കംപ്ലൈന്റ് കൊടുത്തത്, വനിതാ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത് ഇയാളുടെ മരുമകൾ. ഞങ്ങൾ വീട്ടിൽ ചെല്ലുന്ന സമയത്തിന്റെ എല്ലാ റെക്കോർഡിങ്സും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇവരാരും ഞങ്ങൾ കണ്ട് സംസാരിച്ചിട്ടില്ല, ഇവരുമായിട്ട് ഞങ്ങളും സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ ആകെ സംസാരിച്ചിട്ടുള്ളത് സോളമനും ഈ അരുണിനോട് മാത്രം. അപ്പം ഈ ഞങ്ങളെ നേരിട്ട് കാണാത്ത വ്യക്തികളാണ് ഞങ്ങൾക്കെതിരെ കള്ളപ്പരാതിയായിട്ട് മുമ്പോട്ട് പോയത്. ആദ്യം 1 ലക്ഷം രൂപയും പിന്നീട് 3 ലക്ഷം രൂപയും നൽകി. പലരും വിദേശത്തും സ്വദേശത്തുമടക്കം നല്ല ജോലി ചെയ്തു വന്നവരാണ്. എന്നാൽ ഈ പരസ്യം കണ്ട ജോലി രാജിവെച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ഇവിടെ എത്തിയതാണ്. മക്കൾക്ക് വേണ്ടി പണം മുടക്കിയവരും വീട് പണയപ്പെടുത്തിയവരും കടങ്ങൾ വാങ്ങിക്കൂട്ടിയവരും അടക്കം നിരവധി ആളുകളാണ് ഇവരെ വിശ്വസിച്ച് പണം നൽകിയത്. നമ്മുടെ പൈസയും വാങ്ങിച്ചിട്ട് നമ്മളെ അടിക്കാനായിട്ട് അവിടെ ആളെ നിർത്തിയേക്കുക.
അവിടെ പൈസയ്ക്ക് വേണ്ടി ചെല്ലുന്നവരെ അടിക്കാൻ വേണ്ടി ഗുണ്ടകളെന്ന് പറഞ്ഞാൽ ഒരു 10-25 വയസ്സുള്ള നല്ല ആരോഗ്യമുള്ള 2 ആൺപിള്ളേരെ അവിടെ നിർത്തിയേക്കുക. അവന്മാർ പറയുന്ന ഭാഷ കേട്ടാൽ നമുക്ക് തന്നെ നാണക്കേട് വരും. ആ രീതിയിലുള്ള ഭാഷ അവന്മാർ പറയുന്നത്. നമ്മൾ എല്ലാവരും ചെന്ന കണക്ക് നമ്മൾ ഈ 64 പേര് ചെന്നതിൽ നമ്മുടെ കരച്ചില്, ഞാൻ സത്യത്തിൽ അന്നൊന്നും ഇങ്ങനെ സംസാരിച്ചില്ല, ഞാൻ നിന്ന് കരഞ്ഞത്. കാര്യം ഇത്രയും പൈസയ്ക്ക് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു അവസ്ഥ ഓർത്തിട്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക്, അതായത് ആദ്യം നമ്മളൊക്കെ പറഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ ഈ പൈസ തരാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കാം, എനിക്ക് അത് എങ്ങനെ സംഘടിപ്പിക്കാമെന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ഒരു സമയം തരണം, 10 ദിവസം ഒന്ന്. ഈ 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പേരിൽ കേസ് വരുക, അവരെ വീട്ടിൽ ചെന്ന് നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ട്. പോലീസ് ക്ലിയറൻസ്, മെഡിക്കൽ എന്നിങ്ങനെയായി ധാരാളം പണം ചിലവായി. എന്നാൽ പണം നൽകി മാസങ്ങളും വർഷങ്ങളും പിന്നിട്ടതോടെ തങ്ങൾ കബളിക്കപ്പെട്ടു എന്ന് ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലായി. പലരും പണം തിരികെ ചോദിച്ചു, എന്നാൽ പണം നൽകാൻ ഇവർ വിസമ്മതിച്ചു. ഇതോടുകൂടി തട്ടിപ്പിനിരയായവർ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലുള്ളവർ നിരവധി പരാതികൾ ഇവർക്കെതിരെ പോലീസ് സ്റ്റേഷനുകളിൽ നൽകി. പരാതികളുടെ അടിസ്ഥാനത്തിൽ നിരവധി FIRകൾ പ്രതികൾക്കെതിരെ രേഖപ്പെടുത്തി. എന്നാൽ പ്രതികൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. പണം കൊടുത്തവർ പ്രതികളുടെ വീടുകളിലേക്ക് എത്തി. എന്നാൽ തങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറുന്നു എന്ന് കാട്ടി പ്രതികൾ കോടതിയിൽ നിന്നും പ്രത്യേക ഉത്തരവും വാങ്ങിച്ചു. ഇപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ വലയുകയാണ് പണം നൽകിയ രക്ഷകർത്താക്കളും ഉദ്യോഗാർത്ഥികളും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ ചേർന്ന് ഇവരുടെ അടഞ്ഞുകിടക്കുന്ന ഓഫീസിന് മുന്നിൽ എത്തി പ്രതിഷേധിച്ചു. പണം നൽകിയവർ ഇനി എങ്ങനെ പണം തിരികെ കിട്ടുമെന്ന ആശങ്കയിലാണ്. ന്യൂസ് കേരളം, കൊല്ലം. ഹെവി എക്യുപ്മെന്റ് പഠനത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥാപനം. ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ് നേരിട്ട് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനം. 5 ഏക്കറിൽ അമേരിക്കൻ ടെക്നോളജി പ്രാക്ടിക്കൽ യാർഡ്. ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സുകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോളിക് മെക്കാനിക്കൽ ലാബ്. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിദേശത്തു നിന്നും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന ജോലി നേടി ജീവിക്കുന്നു. പുതുപുത്തൻ എക്യുപ്മെന്റ്സിൽ ഓപ്പറേറ്റിംഗ്, മെയിന്റനൻസ്, ഹൈഡ്രോളിക് മെക്കാനിക്കൽ ക്ലാസുകൾ, താമസിച്ച് പഠിക്കുന്നവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി. 30 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വിദഗ്ധനായ അധ്യാപകൻ നേരിട്ട് ക്ലാസുകൾ നയിക്കുന്നു. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, RTO ഗവൺമെന്റ് ലൈസൻസ്. JCB, ക്രെയിൻ, ടെലിസ്കോപ്പ് ഹൈഡ്രാ ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് ടവർ ക്രെയിൻ, മാനുവൽ ഫോർക്ക് ലിഫ്റ്റ്, ഓട്ടോമാറ്റിക് ഫോർക്ക് ലിഫ്റ്റ്, ഇലക്ട്രിക്കൽ ഫോർക്ക് ലിഫ്റ്റ്, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ, ബൂം ലോഡർ, വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ, ബോബ് ക്യാറ്റ്, റോഡ് റോളർ, ഹിറ്റാച്ചി ഡോസൽ ലോഡർ. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം.